വർക്ക് കഴിഞ്ഞ് ജസ്റ്റ് റിലാക്സ് ആവാൻ കോളത്തേക്ക് പോകാമോ എന്ന് ചോദിച്ചു. അവിടെ ചെന്ന് തിരയേണ്ടി നിൽക്കാനൊന്നും അല്ല കേട്ടോ. പിന്നെ എന്താണെന്നല്ലേ, 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ എൻ്റെ കണ്ണുടക്കിയത് നീലകണ്ഠയിലായിരുന്നു. പിന്നെ അവിടെ കിടന്ന അല്ലറ ചില്ലറ ഷോ ഒക്കെ കാണിച്ച് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറുവാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ഒരു ഫോട്ടോ ബൂത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ ഡൈനിങ് ഏരിയ. അത്യാവശ്യം അട്രാക്റ്റീവാണ്. കാൻഡിൽ ലൈറ്റ് ഡിന്നർ തീമാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും ഈ കാൻഡിൽ ലൈറ്റ്സ് വച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനോട് വലിയ താല്പര്യം ഇല്ലാത്തവർക്ക് ഓപ്പൺ ടെറസിലോട്ട് പോവാം. തൊട്ടടുത്തായിട്ട് സ്വിമ്മിംഗ് പൂളുണ്ട്. കുഞ്ഞൊരു ബ്രിഡ്ജ് പോലത്തെ സെറ്റപ്പ് പാസ് ചെയ്ത് വേണം നമ്മൾ ഓപ്പൺ ടെറസിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. വലിയ ആംബിയൻസ് ഉള്ള സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഒട്ടും മോശമല്ലാത്ത സ്ഥലവുമാണ്. അത്യാവശ്യം കൊച്ചു വർത്തമാനമൊക്കെ ഇരുന്ന് പറഞ്ഞ് കൂട്ടുകാരൊക്കെ ആയി വന്ന ഒരു ചിൽഡ് ബിയറൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. വന്ന എല്ലാവരും ഓപ്പൺ ടെറസിലാട്ടോ പോയത്. അവിടെ ആകുമ്പോൾ കടലും കണ്ട് കാറ്റും കൊണ്ട് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. ഇനി നമുക്ക് ഫുഡിലേക്ക് കടന്നാലോ. നമ്മുടെ കഥാപാത്രം ഇവനാണ്. ഒരു ഒന്നൊന്നര ചാകര തന്നെയായിരുന്നു കേട്ടോ. വഞ്ചി നിറയെ സൈഡ് ഫുൾ ഓഫ് സാലഡ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ നമ്മുടെ സ്വന്തം സാൽമൺ ഫിഷ്. ഈ ഗ്രിൽ ചെയ്ത ഫിഷിലോട്ട് നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ രുചി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും സ്വാദായിരുന്നു. അതുപോലെ ഫിഷിൻ്റെ ഫ്രഷ്നെസ് ആയിരുന്നു അതിനെ പെർഫെക്റ്റ് ആക്കിയത്. നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ സെപ്പറേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സാൽമൺ ഫിഷിൻ്റെ കൂടെ ബോണസായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒപ്പം ഞങ്ങളൊരു ചിക്കൻ 65 കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരുന്നു അത്. ഇവിടുത്തെ ഫുഡിന് 10 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കും. ഫ്രഞ്ച് ഫ്രൈസ് ആയാലും സാൽമൺ ഫിഷ് ആയാലും ചിക്കൻ 65 ആയാലും എല്ലാം ഒന്നിനൊന്ന് ഗംഭീരമായിരുന്നു. ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചങ്ങലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ചെറിയൊരു സെറ്റപ്പിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നറും ആകും, അടിപൊളി ഫുഡും കിട്ടും, തീരെ എണ്ണി കഥയും പറഞ്ഞിരിക്കുകയും ചെയ്യാം. അവസാനം വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ എന്നെയൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് വിട പറയാൻ സമയമായി. വീണ്ടും കാണാം കേട്ടോ.